പാത്രത്തേക്ക് നമ്മൾ വച്ച് കൊടുക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ വെയിറ്റും ഈ പാത്രത്തിൻ്റെ വെയിറ്റും അടിയിൽ നിന്നുള്ള തീയുടെ ആ പ്രഷറും എല്ലാം കൂടെ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുന്ന പോലെ ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓട്ടട തയ്യാറായിട്ടുണ്ട്. ഒരു 4 മണി പലഹാരമായിട്ടാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഓട്ടട ഉണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഈ ഓട്ടട എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ഞങ്ങളുടെ സൈഡിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് ഉണ്ടാക്കി കാണുന്നത്. എനിക്കറിയില്ല ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത് ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഇലയടയാണ് മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാക്കി വരുന്നത്. ഇതിപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ കനലിൽ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ, പക്ഷേ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് ചുട്ടെടുക്കുന്ന ടൈപ്പിലുള്ളൊരു അടയാണിത്. അപ്പോൾ ഇതിനേക്ക് ആവശ്യമായിട്ട് ഞാൻ 3 തവി വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ അല്പം ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുമ്പം ഒരുപാട് കട്ടിയിൽ നമ്മൾ കുഴക്കില്ല, കാരണം ഇത് നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ലൂസാക്കി വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ മാവെടുത്ത കണ്ടെയ്നറിനെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. ഇത് JVL എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ഒരു സ്റ്റീൽ കണ്ടെയ്നറാണ്. വളരെ നല്ല യൂസ്ഫുള്ളാണ്, സീത്രൂ ആണ്. അപ്പം ഇത് പല ബ്ലോഗിലും അല്ലെങ്കിൽ പല വ്ളോഗ്സിലും ഞാൻ കണ്ടിട്ടുണ്ട്, പല കുക്കറി വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. പലരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് വാങ്ങി നോക്കിയതാണ്. ഇതിൻ്റെ വലുത് നമുക്ക് ഈ ഒരുപാട് നമ്മൾ ദോശമാവൊക്കെ അരച്ച് വയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് അത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ് വലുത്. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ചെറുതാണ് വാങ്ങി നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഇതിന് വേണ്ട തേങ്ങ റെഡിയാക്കി എടുക്കണം. അപ്പോൾ തേങ്ങ സാധാരണ ഒരു അരമുറി തേങ്ങ ചിരവി എടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഞാൻ തേങ്ങ ചിരവാറില്ല. തേങ്ങ ഇതുപോലെ കൊത്തായിട്ട് എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ പീസായിട്ട് നമുക്ക് കൊത്തിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ തേങ്ങയുടെ മുറി ഒന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പത്തൊന്ന് കാണിച്ചാൽ മതി. ഒരു 2 മിനിറ്റ് ഒന്ന് കാണിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ തേങ്ങ തിരുമ്മുന്നതിന് പകരം കൊത്തിയെടുത്ത് അരച്ചെന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കുമ്പോഴത്തേക്കും ശരിക്കും നല്ല തിരുമ്മിയതുപോലെ തന്നെ നല്ല ഫൈൻ പൊടിയായിട്ട് നമുക്ക് കിട്ടും. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഈ നേരത്തെ ഞാൻ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ കഷ്ണങ്ങൾ ഇട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 1-ലിട്ടൊന്ന് കറക്കിയെടുത്തതാണ്. അപ്പം നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ മിക്സിയുടെയും കൂടെ ഒരു വ്യത്യാസം ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന പ്രീതി മിക്സിയാണ്, 750 വാട്ട്സിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും ഇത്ര ഫൈൻ പൊടിയായിട്ട് കിട്ടുന്നതിൻ്റെ. അപ്പം അതങ്ങനെയാണ്. ഈ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനിയിപ്പം നമുക്കിത് ഫില്ലിങ്ങിന് വേണ്ടി തയ്യാറാക്കാം ഈ തേങ്ങ. അപ്പോൾ അതിന് വേണ്ടി ചുവട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. അതിലേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഉരുക്കിയ ശർക്കരയാണ്. ഉരുക്കി വെച്ചിരിക്കുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചില്ല. ഞാൻ ശർക്കര ഉരുക്കിയാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഉരുക്കിയ ശർക്കര നമ്മൾ 3 തവി പൊടി എടുത്തിട്ടുണ്ട്. ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 2-2.5 തവി ശർക്കരയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 1 കിലോ ശർക്കര ഉരുക്കി വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ 2.5 തവി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ ശർക്കര നന്നായിട്ട് ചൂടായി വരുമ്പോൾ, ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് കുറച്ച് തണുത്തതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ നമ്മൾ തേങ്ങ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, ചിരവി വെച്ച തേങ്ങ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ചൂടാകുന്നതിനനുസരിച്ച് അതൊന്ന് തിളയ്ക്കും. എന്നിട്ട് വേണം നമുക്കിത് തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ സമയം കൊണ്ട് തേങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങ ഈ ശർക്കരപ്പാവിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ട് വരണം. വരണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടിയല്ല, എന്നാൽ
അധികം ലൂസ് വല്ലാതെ ആകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇലയട അല്ലെങ്കിൽ പുഴുങ്ങുന്ന അടയ്ക്ക് സാധാരണ നമ്മൾ തേങ്ങയും ശർക്കരയും കൂടെ ഒരുമിച്ച് കൈകൊണ്ട് കുഴച്ച് അതിനകത്തേക്ക് വച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പക്ഷേ നമ്മൾ വീണ്ടും തീയിൽ ചുട്ടെടുക്കുന്ന പോലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ശർക്കരയും തേങ്ങയും ഇതേപോലെ ഈ മെത്തേഡിൽ നമ്മളൊന്ന് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് ലൂസായിട്ടായിരിക്കുന്നത്, നല്ല ശർക്കര ആ വെള്ളം പോലെ ആയിരിക്കുന്ന ശർക്കര പാനി. ഇതങ്ങനെയല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് കട്ടിയായിട്ട് അത് തമ്മിലും അങ്ങോട്ട് ചേർന്ന് വരും. നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് അതങ്ങോട്ട് വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ അതാണ് അതിൻ്റെ പരുവം. ഇപ്പോൾ ഈ സ്റ്റേജ് ആയപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ചുമന്ന് അത് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കുറുകണം, കുറച്ചും കൂടെ അതിൻ്റെ ആ വെള്ളമയം ഒന്ന് വറ്റി ലിക്വിഡ് ഫോം മാറി ഒരു സോളിഡ് ഫോമിലേക്ക് എത്തേണ്ട രീതിയിലാവുമ്പോൾ വേണം. ആ സമയത്ത് നമുക്ക് കുറച്ച് കാർഡമം ചേർത്ത് കൊടുക്കാം. പിന്നെ അതുകൂടാതെ കാർഡമത്തിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ മധുരം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു പരുവത്തിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടണം, കുറച്ചും കൂടെ മുറുകണം, അല്ലെങ്കിൽ ഇത് സൂക്ഷിച്ച് കുറച്ച് നാൾ വയ്ക്കണം, എന്നിട്ട് പിന്നെ ഒരു ദിവസം അടയുണ്ടാക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമ്മളെടുത്ത് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാം. ഇത് കട്ടിയായാലും പേടിക്കാനൊന്നുമില്ല. നമ്മളൊന്ന് ജസ്റ്റ് തീയിൽ കാണിച്ചു കഴിഞ്ഞാൽ, അത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇതുപോലെ ചൂട് കട്ടിയുള്ള പാത്രത്തിലൊന്ന് തീയിൽ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വീണ്ടും ശർക്കര ഉരുകുന്നതാണല്ലോ. അപ്പോൾ കട്ടിയായിക്കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് നന്നായിട്ട് വരട്ടിയെടുത്ത്, അല്ലെങ്കിൽ നാട്ടിൽ ഇപ്പം പുറത്തേക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാനും പറ്റും. ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ എടുത്ത് നമുക്ക് അടയുണ്ടാക്കി കഴിക്കാനും പറ്റും. ഓക്കെ, എന്തായാലും ഞാനിത് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ അട പരത്താനായിട്ടുള്ള ഇല നമുക്ക് എടുക്കാം. നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് ഒക്കെ ഒന്ന് എടുക്കുക. ഇതിലേക്ക് നമ്മളിപ്പോൾ അട പരത്താം. ഇനി ആദ്യമായിട്ടാണ് നമ്മൾ ഇപ്പോൾ അട ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞുതരാം പെട്ടെന്ന്. ഇതുപോലെ നമ്മളൊരു ചെറിയ ബോളാക്കി എടുക്കുക. കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് നമ്മുടെ കൈയുടെ 3 വിരൽ കൊണ്ടാണ് നമ്മളിങ്ങനെ പരത്തി കൊടുക്കുന്നത്. കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവാൻ ശ്രദ്ധിക്കുക. ഇനി അതല്ല എങ്ങാനും കട്ടി കൂടി പോയാൽ അല്പം വെള്ളം കൂടെ തൊട്ട് കൊടുത്ത് നമുക്ക് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി എണ്ണ തടവണം എന്നിട്ട് പരത്തണം എന്നൊന്നും നിർബന്ധം ഇല്ലാത്ത കാര്യമാണ്. ഞാനിവിടെ ഇപ്പോൾ എണ്ണയൊന്നും തടവിയിട്ടില്ല. സാധാരണ പോലെ തന്നെ നമ്മൾ ഇലയിലേക്ക് പരത്തുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ തയ്യാറാക്കി പരത്തി വെച്ചിരിക്കുന്ന മാവിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, കൺസിസ്റ്റൻസി കണ്ടില്ലേ, കുറച്ച് നല്ല കട്ടിയിൽ തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പരത്തി എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ശർക്കര നല്ല കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കട്ടിയായി പോയാലും പേടിക്കണ്ട, അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ അപ്പം തന്നെ വീണ്ടും പഴയ പരുവത്തിലേക്ക് തന്നെ ആയി കിട്ടുന്നതാണ്. ഇത് കൈകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിതുപോലെ ഒരു സ്പൂൺ വെച്ച് പതിയെ ഒന്ന് തടവി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുത്താലും മതി. അപ്പോൾ അത് നിങ്ങളുടെ ഏതാണ് ഉചിതം അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഫില്ലിംഗ് ആയെന്ന് കാണുമ്പോൾ ഇല മടക്കുക. ഇതിപ്പോൾ ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞത് ഇത് ചെയ്യാൻ അറിയില്ലാത്തവർക്ക്, ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. നമുക്കറിയാം മിക്കവർക്കും തന്നെ ഇലയുടെയൊക്കെ ഉണ്ടാക്കി നമുക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ പിന്നെ അത് ഒരു പ്രശ്നമല്ല. ഇനിയിപ്പോൾ ഇത് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റൗവിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇതുപോലെ ചുവട് കട്ടിയുള്ള ഒരു വിസ്താരം കൂടിയ ഒരു പാത്രം, കുറച്ച് വിസ്താരത്തിലുള്ളൊരു പാത്രം വേണം, എന്നാലേ ആ അടയുടെ മുഴുവൻ ഷേപ്പിൽ അത് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പഴയ ഏതെങ്കിലും ഒരു പാത്രം ഇതുപോലെ എടുക്കുക. ഇതിപ്പോൾ എൻ്റെ ഒരു ഞാൻ ഉപയോഗിച്ച് ചീത്തയായി പോയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം ഇതിനായിട്ട് വേണം. പാത്രം എന്നല്ല പറയേണ്ടത്, തവ ഇതിനായിട്ട് വേണം. അപ്പോൾ ദോശത്തട്ടോ പഴയ എന്തെങ്കിലും നോൺ സ്റ്റിക്ക് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഒരു തവയോ എന്തെങ്കിലും ആകാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ അതിലേക്ക് ഈ ഇലയിൽ പരത്തിയ അട വച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാണിച്ചു തരാം. ഒരു ചുവട് പരന്ന ഒരു ചെരുവോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളം ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ വച്ച് കൊടുക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ അതിൻ്റെ വെയിറ്റും
ഈ പാത്രത്തിൻ്റെ വെയിറ്റും അടിയിൽ നിന്നുള്ള തീയുടെ ആ പ്രഷറും എല്ലാം കൂടെ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുന്ന പോലെ ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിക്ക്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഗ്യാസ് സ്റ്റവ് സിമ്മിലിടാനായിട്ട് ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. പിന്നെ അടുത്തത് ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ ആവുന്ന സമയത്ത് ഈ വശം ഒന്ന് മറിച്ചിടുക. അങ്ങനെ 2 വശവും ഒരു 3-4 മിനിറ്റ് നേരം നമ്മളിതുപോലെ പാത്രത്തിൽ വെള്ളത്തിനടിയിൽ വെച്ച് വേണം എടുക്കാനായിട്ട്. ഇനി ഈ 3-4 മിനിറ്റ് എന്ന് ഞാൻ പറയുമ്പോൾ നല്ലൊരു തരം ഒരു ക്രിസ്പിനെസ് വരും ഇതിന്. അതല്ല കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് കഴിക്കണം ഉള്ളവർ അതനുസരിച്ച് നോക്കി വേണം എടുക്കാനായിട്ട്. അപ്പം മാക്സിമം പോയാലൊരു 4 മിനിറ്റാണ് വേണ്ടത്. എങ്കിലും ഒന്നും നിങ്ങളുടെ മാവിൻ്റെയൊക്കെ പരുവം അനുസരിച്ച് ഒന്ന് നോക്കിക്കൊള്ളണം ഇടയ്ക്ക്. അപ്പം ഞാനിപ്പോൾ 2ാമത്തെ വശത്തേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്, കണ്ടു കാണുമല്ലോ. പിന്നെ ഇത് ഇപ്പം കറക്റ്റ് ആയോ അല്ലെങ്കിൽ ഇത് വെന്ത് വന്നോ എന്നറിയാൻ വേണ്ടി വേറൊരു ചെറിയൊരു ട്രിക്കും കൂടി ഉണ്ട്, അത് പറഞ്ഞുതരാം. എന്താ ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ചെറുതായിട്ട് ആവി പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് വെള്ളമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൂടിപ്പോയാൽ ഒരു 1-1.5 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. അപ്പോൾ അത് ജസ്റ്റ് ചൂടായി വരുമ്പോഴാണ് അതാണ് അതിൻ്റെ ഒരു കണക്ക്. കാരണം ആ അട അതനുസരിച്ച് വേവുന്ന അനുസരിച്ചിട്ടാണ് ഈ വെള്ളം ചൂടായി വരുന്നതെന്നാണ്. അപ്പം നമുക്കൊന്ന് എടുത്ത് തുറന്ന് നോക്കാം. ഞാനിപ്പോൾ അത് മറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ ഏകദേശം നല്ലതായിട്ട് മൊരിഞ്ഞ് ഒരു ക്രിസ്പിനെസ് ആയിട്ട് ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ 4+4 8 മിനിറ്റാണ് ഇതെടുത്തത് രണ്ടും കൂടെ. അപ്പോൾ ഇത് ഇത്രയും മൊരിയണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3+6 ആ രീതിയിൽ നോക്കിയാൽ മതി. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ അങ്ങനെ അധികം സമയം കൊടുക്കാതെ പെട്ടെന്ന് എടുത്ത് അതൊരു 3 മിനിറ്റിനുള്ളിൽ എടുത്തതാണ്. അപ്പോൾ അത്രയും ആദ്യത്തെ അടയുടെ അത്രയും ക്രിസ്പിനെസ് ഇതിന് വന്നിട്ടില്ല. കുറച്ച് ഇത് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് ഏതാണോ അതനുസരിച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓട്ടട തയ്യാറായിട്ടുണ്ട്. ഒരു 4 മണി പലഹാരമായിട്ടാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെയും ടേക്ക് കെയർ, ബൈ ബൈ.